ഈ ഫ്രൂട്ടിനെ കുറിച്ച് നമ്മൾ മുന്നേ ഒരു ഷോർട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ പേരറിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ചില ആൾക്കാർ പറഞ്ഞത് റെഡ് ലോഗൺ ഫ്രൂട്ടാണെന്നൊക്കെയാണ്. പക്ഷെ ഞാൻ ഒരുപാട് ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയപ്പം വേറെ എന്തൊക്കെയോ പേരുകളൊക്കെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇത് ഇപ്രാവശ്യം ഉണ്ടായിട്ടുള്ള ഫ്രൂട്ടാണ്. ആദ്യത്തെ പ്രാവശ്യം ഉണ്ടായപ്പോൾ അത് കഴിക്കാൻ ഒട്ടും പറ്റില്ലായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഒന്നും ഫ്ലഷോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഇപ്രാവശ്യം ഉണ്ടായത് കുറച്ച് വലിപ്പമുണ്ട്. അത്യാവശ്യം ഫ്ലഷും ഇതിൻ്റെ അകത്തുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ പൂവുണ്ടാവുന്നത്. ഒരു കൊല കൊല പോലെയായിട്ട് ഇതിപ്പം കുറച്ച് പൂത്തിട്ടുമുണ്ട്. ഇതിങ്ങനെയാണ് ഇതിൻ്റെ പൂവുണ്ടാവുക. മഴയൊക്കെ വന്നപ്പോൾ കുറേ കൊഴിഞ്ഞു പോയി. ഇനി ഇതാണ് ആ ഇതാണ് ആ ഫ്രൂട്ടായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ശരിക്കും പേരോ അല്ലെങ്കിൽ എന്തെങ്കിലും അറിയുന്നവർ ഇതാണല്ല, അത് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം. കുറേ ആയിട്ടും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ത് ഫ്രൂട്ടാണിതെന്ന്. ഇതിപ്പം പഴുത്തു, ചെറുതായിട്ടിങ്ങനെ ഇത് വരുന്നുണ്ട്. നമ്മളപ്പം ഈ ഫ്രൂട്ട് പറിക്കാൻ പോവാണ്. പറിച്ചിട്ട് ഞാനത് മുറിച്ച് കാണിച്ചു തരാം അതിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന്. അപ്പോൾ അത് കണ്ടാൽ ചിലപ്പോൾ സീഡൊക്കെ കണ്ടാൽ ചിലപ്പം ചില ആൾക്കാർക്ക് മനസ്സിലാവുമായിരിക്കും. ഇതെവിടെയുണ്ട്, എന്താ ഇതാണ് ഫ്രൂട്ട്. ഇതിപ്പം വെള്ളം നനച്ചതുകൊണ്ടാണ് നനഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയാണ് ഉണ്ടാവുക. ചെറുതായിട്ടിങ്ങനെ ഞെങ്ങുന്നുണ്ട്. അപ്പം നമുക്കിത് പറിച്ചിട്ട് ഞാൻ അതിൻ്റെ അകത്തത് കട്ട് ചെയ്ത് കാണിക്കുമ്പോൾ സീഡ് കാണുമ്പോൾ എന്തായാലും കുറച്ച് പേർക്കെങ്കിലും ഇതെന്ത് ഫ്രൂട്ടാണെന്ന് മനസ്സിലാവും. ഞാൻ 2 എണ്ണം പറിച്ച് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ പുഴു വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ ദിവസമായി ഇത് പറിക്കണം, വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കുന്നു. കുറച്ചും കൂടി പഴുക്കട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പം നോക്കുമ്പം ഇതൊക്കെ ചെറുതായിട്ട് പഴുത്തതേ ഉള്ളൂ. പക്ഷേ മറ്റേ ഈ കൊലയിൽ നോക്കിയപ്പം ഒരു 2 എണ്ണം പറിച്ച് നോക്കിയപ്പോൾ താഴേന്ന് അതിനകത്ത് പുഴു വന്നിട്ട് കണ്ടു. അപ്പം ഞാനിത് മുഴുവൻ ഇന്ന് പറിക്കാൻ പോവാണ്. കുറേയൊക്കെ പറിച്ച് ഞങ്ങൾ കഴിച്ചു നോക്കി. പക്ഷേ ഇപ്പോൾ കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആദ്യത്തെ പോലെയല്ല. ആദ്യം ഭയങ്കര ചവർപ്പായിരുന്നു, ഉള്ളിൽ ഫ്ലഷൊക്കെ കുറവായിരുന്നു. ഇപ്പോൾ ഉള്ളിൽ ഫ്ലഷ് ഉണ്ട്, ചവർപ്പുമല്ല, നല്ലൊരു മധുരമുണ്ട്. ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് അറിയില്ല. തൊലിയോട് കൂടി കഴിക്കാൻ പറ്റുമോ, ഇനി ഇത് റിമൂവ് ചെയ്തിട്ടാണോ കഴിക്കേണ്ടത്, ഒന്നും അറിഞ്ഞുകൂടാ. ഇതാണ് അതിൻ്റെ മരം. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഫ്രൂട്ടിൻ്റെ പേര് കറക്റ്റായിട്ടൊന്ന് പറഞ്ഞു തരാം. ഞാനതിൻ്റെ അകത്തെ സീഡ് കാണിച്ചു തരാം. ഇത് പറിച്ചിട്ട് നമുക്ക് അകത്ത് സീഡ് നോക്കാം. ഇത്രയും നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല രസമുണ്ടല്ലേ കൊല കൊലയായിട്ട് കാണാൻ. ഇതാണ് നമ്മുടെ പേരറിയാത്ത ഫ്രൂട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറിച്ചിട്ടുള്ള ഫ്രൂട്ട്. പിന്നെ ഇതാണ്. അപ്പം നമുക്കിതിൻ്റെ ഉള്ളിലത്തെ സീഡ് എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ സീഡ് കണ്ടാലെങ്കിൽ ഫ്രൂട്ടിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പം ഞാൻ ഇതിനകത്ത് ഒന്ന് വലുത് നോക്കിയിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. നമുക്കിങ്ങനെ ലോഗൺ ഫ്രൂട്ട് ആണെങ്കിൽ സാധാരണ അതിൻ്റെ തൊലി പറിച്ചിങ്ങനെ നമുക്ക് കളയാൻ പറ്റും. ഇത് പക്ഷെ അങ്ങനെ പറ്റുന്നില്ല. ഇതുണ്ടോ, ഇങ്ങനെയാണ് ഇതുള്ളത്. ഇതിനകത്ത് ഇപ്പം നേരത്തെ ഒന്ന് പറിച്ചതിൽ ഇതിൽ പുഴുണ്ട് കേട്ടോ. ഇതിൽ ഫുള്ള് പുഴുവാണ്. ഇതൊക്കെ മോശമായിപ്പോയി. വേറെ നോക്കട്ടെ. വേറെ ഒന്നും കൂടി പറിച്ചു നോക്കുകയാണ്. പുഴു കയറുന്നുണ്ട്. ഇതിനകത്ത് 2 സീഡേ ഉള്ളൂ. നേരത്തെ കണ്ടതിൽ 3 എണ്ണം ഉണ്ട്. മുന്നേ ഞാൻ പറിച്ചതിൽ 4 ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതിനകത്ത് 2 എണ്ണം ഉള്ളത്. ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിലത്തെ ഫ്ലഷ്. വേണ്ട, ഇതുപോലെ ഇത് അത്യാവശ്യം മധുരമുണ്ട് ഫ്ലഷ്. പിന്നെ ഇതാണ് സീഡ്. ഇങ്ങനെയാണ് വിത്തുള്ളത്. ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഇതെന്ത് ഫ്രൂട്ടാണെന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണം. അപ്പോൾ ലോഗൺ ഫ്രൂട്ട് അല്ല എന്ന് എനിക്ക് തോന്നുന്നത്, വേറെ എന്തോ ഒരു ടൈപ്പ് ഓഫ് ഫ്രൂട്ടാണ്. ഇതിൻ്റെ പേരറിയുന്നവരൊന്ന് പറഞ്ഞു തരണം. ഓക്കെ, താങ്ക് യു.